നമസ്തേ. 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 എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 8 16 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ധ്രുവൻ തൻ്റെ ചിറ്റമ്മയാൽ അപമാനിക്കപ്പെട്ടതും അച്ഛൻ്റെ കയ്യിൽ നിന്നുണ്ടായ അവഗണനയും ഇത് രണ്ടും കൂടി ആയപ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും സുനീതി രാജ്ഞി മകനെ എടുത്ത് മടിയിലിരുത്തി ദുഃഖത്തോടുകൂടി മകന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ് നമ്മളിനി 17ാമത്തെ ശ്ലോകം മുതൽ കാണാൻ പോകുന്നത്. ശ്ലോകം 17. ദീർഘം ശ്വസന്തി വൃജീനസ്യ പാരം അപശ്യതി ബാലകം ആഹ ബാല മാ അമംഗളം താത പരേഷു അമംസ്ത ഭുങ്ക്തേ ജനഃ യത് പരദുഃഖദഃ തത്. അതായത് സുനീതി ഉത്താനപാദ മഹാരാജാവിൻ്റെ 2 ആൺമക്കൾ. അതിൽ ഉത്താനപാദ മഹാരാജാവിന് സ്വയംഭുവ മനുവിൻ്റെ 2 പുത്രന്മാർ, ഉത്താനപാദനും പ്രിയവ്രതനും. അതിൽ ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാർ, ഒന്ന് സുരുചിയും സുനീതിയും. അതിൽ സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. അപ്പോൾ സുനീതി വൃജിനസ്യ എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ പാരം, പാരം എന്ന് വെച്ചാൽ അതിൻ്റെ പരിധി, അപശ്യതി കാണാതെ, അതായത് ദുഃഖത്തിൻ്റെ അറ്റം എന്താണെന്ന്, പരിധി എന്തെന്നറിയാതെ, ദീർഘം ശ്വസന്തി. കാരണം സുനീതി അറിഞ്ഞു ആ കൊട്ടാരത്തിനകത്ത് അന്തപുരത്തിലിരുന്ന് ധ്രുവനേറ്റ അപമാനവും അവഗണനയും എന്താണെന്നും സുരുചി പറഞ്ഞതും എല്ലാം സുനീതി അറിഞ്ഞു. കൊട്ടാരത്തിലെ മറ്റുള്ള മുഖ്യരാൽ പ്രമുഖരാൽ അത് അവർ പറഞ്ഞറിഞ്ഞു. അപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. ഇത്രയും കാലം സ്വയം അവിടെ ആരും അല്ലാതിരുന്നതിൻ്റെ ഒരു ദുഃഖമായിരുന്നു. ഇപ്പം മകനും അപമാനിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ ദുഃഖത്തിൻ്റെ അതിരെന്തെന്നറിയാതെ ദീർഘം ശ്വസന്തി, ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട് ബാല, അവളെ സുനീതിയെ ബാല എന്നാണ് വിളിക്കുന്നത്. അതായത് അധികം പ്രായമില്ല, പിന്നെ നിഷ്കളങ്കമായ മനസ്സും, അതുകൊണ്ട് ബാല. അവൾ ബാലകം ആഹ, മകനായ ധ്രുവനോട് ഇപ്രകാരം ആ ദുഃഖത്തോടുകൂടി മകനെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം പറയുന്ന ഉപദേശം എന്താണെന്നോ, മാ താത എന്ന് വെച്ചാൽ അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പുത്ര, മാ എന്ന് വെച്ചാൽ അരുത്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും എഴുതി വെക്കേണ്ടതുമായ കാര്യങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഉപദേശത്തെ പറയാം. അത്രയും ചെവിയാലല്ല മനസ്സാൽ കേട്ട് സ്വീകരിക്കേണ്ട കാര്യം. മാ എന്ന് വെച്ചാൽ അരുത്. പരേഷു എന്നാൽ മറ്റുള്ളവരിൽ, അമംഗളം ദോഷം കാണുന്ന, അമംസ്ത ചിന്തകൾ ആദ്യം പാടില്ല എന്നാണ്. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദോഷം കാണുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്ത ഒരിക്കലും പാടില്ല എന്ന് ആദ്യം പറഞ്ഞു എന്ന്. എന്നിട്ട് പറയാണ് യത് കാരണം പരദുഃഖദഃ, മറ്റൊരാളുടെ മനസ്സു വേദനിപ്പിക്കുന്നവർ, തത് അതിൻ്റെ ഫലത്തെ ഭുങ്ക്തേ അനുഭവിക്കുക തന്നെ ചെയ്യും. ജനഹ എന്ന് വെച്ചാൽ ആ മനുഷ്യർ. മറ്റുള്ളവരെ വാക്കാലോ പ്രവൃത്തിയാലോ വേദനിപ്പിക്കുന്നവർ അതിൻ്റെ ഫലത്തെ, ആ കർമ്മഫലത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മളായിട്ട് അവരങ്ങനെ പറഞ്ഞുവല്ലോ അവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് അവരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്നതുണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും പറയുക മാത്രമല്ല മനസ്സിൽ ചിന്തിച്ച് പറയാതിരിക്കുന്നവരുണ്ട്. ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ ദോഷം കാണുന്ന ചിന്തകൾ
അത് മനസ്സിൽ ചിന്തിക്കാൻ പോലും പാടില്ല. അവർ ചെയ്യുന്ന തെറ്റിനെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന തെറ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കർമ്മഫലത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിൽ മാറ്റമില്ല. നമ്മളായിട്ട് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് മോശമായോ ദോഷമായോ ചിന്തിക്കരുത് എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് ശ്ലോകം 18 സത്യം സുരുജ്യ അഭിഹിതം ഭവാൻ മേ യത് ദുർഭഗായ ഉദരേ ഗൃഹീതഃ സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേ യാം ഭാര്യ ഇതീവ വോഢും ഇടഹപതി മാം വോഢും ഇടസ്പതി മാം. രണ്ടാമത് പറയുന്നത് എന്താന്നാ? സുരുജ്യ അഭിഹിതം. ആ സുരുചി എന്ന രാജ്ഞി അഭിഹിതം പറഞ്ഞത് സത്യമാണ്. ഭവാൻ മകനെ, പ്രിയപ്പെട്ട എൻ്റെ പുത്ര, അവർ പറഞ്ഞത് സത്യം തന്നെയാണ്, അതിൽ തെറ്റില്ല എന്ന് ദുഃഖത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ യത് ദുർഭഗായ എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കും ഭാഗ്യം കെട്ടവളാണ്. ഒട്ടും ഭാഗ്യമില്ലാത്ത എൻ്റെ ഉദരേ ഗൃഹീത, ഉദരത്തിലല്ലേ നീ വന്ന് ജനിച്ചത്. മാത്രമല്ല സ്തന്യേന വൃദ്ധശ്ച, ഞാൻ മുലപ്പാലൂട്ടി വളർത്തിയ മകനല്ലേ നീയേ. അപ്പോൾ നിനക്ക് അതിൻ്റെ ഭാഗ്യക്കേടുണ്ടാവും. എനിക്കോ ഭാഗ്യമില്ല, ഞാൻ ദുർഭാഗ്യവതിയാണ്, ഒരു ഭാഗ്യവും ഇല്ലാത്തവളാണ്. അങ്ങനെയുള്ള എൻ്റെ ഉദരത്തിലല്ലേ നീ ജനിച്ചത്, ഞാൻ പാലൂട്ടിയല്ലേ നിന്നെ വളർത്തിയത്. അപ്പോൾ ആ ദൗർഭാഗ്യം നിനക്കും ഉണ്ടാവും. അങ്ങനെ പറയാം, ഞാൻ ദുർഭാഗ്യവതിയാണ്, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയാനുള്ള കാരണമാണ് ഇനി സുനീതി പറയുന്നത്. യാം എന്നെ ഭാര്യ ഇതി വ, ഒരു ഭാര്യയായിട്ട് അപ്രകാരം പോലും വോടും എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ അല്ലെങ്കിൽ പറയാൻ, വേറൊരാളോട് പറയാൻ, ഇടസ്പതി എന്ന് വെച്ചാൽ രാജാവായ ഉത്താനപാദ മഹാരാജാവിനെ വിലജ്ജതേ, ലജ്ജയാണ് എന്ന് മനസ്സിലായ. മാം എന്ന് വെച്ചാൽ എന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് പറയാനും എന്നെ ആ ഭാര്യയായി സ്വീകരിക്കാൻ പോലും അദ്ദേഹത്തിന് ലജ്ജയാണ്. അപ്പോൾ അത്രയ്ക്കും ഭാഗ്യം കെട്ടവളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ ഉദരത്തിൽ ജനിച്ച് ഞാൻ പാലൂട്ടി വളർത്തിയ മകനാണല്ലോ നീയേ. അപ്പോൾ തീർച്ചയായും സുരുചി രാജ്ഞി പറഞ്ഞത് ശരിയാണ്, അതിൽ തെറ്റില്ല. അപ്പം അത്രയ്ക്കും ഭാഗ്യമില്ലാത്തവളാണ് ഞാനും എൻ്റെ മകനായ നീയും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇനി അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അടുത്ത ജന്മത്തിലെങ്കിലും അച്ഛൻ്റെ സ്നേഹവും സിംഹാസനവും ഒക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ പുത്രനായി എൻ്റെ ഗർഭത്തിൽ ജനിക്കാൻ പോയി തപസ് ചെയ്ത് ഭഗവാനെ ആരാധിക്കാൻ പറഞ്ഞല്ലോ. അവരതൊരു ദുഷ്ടചിന്തയോടുകൂടിയാണ് പറഞ്ഞതെങ്കിലും ചെയ്യാൻ പറഞ്ഞ കർമ്മം എന്താ? തപസ് ചെയ്ത് ഭഗവാനെ ആരാധിക്കുക എന്നതാണ്. ആ കർമ്മം നീ അനുഷ്ഠിക്കൂ എന്നാണ് അമ്മയും ധ്രുവനോട്, സുനീതിയും ധ്രുവനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ശ്ലോകം 19. ആദിഷ്ട തത് താതാ വിമത്സരാത്വം ഉക്തം സമാത്ര അഭി യത് അവ്യലീകം ആരാധയ അദോക്ഷജ പാദപത്മം യത് ഇച്ഛസേ അധ്യാസനം ഉത്തമഃ യഥാ. ആദിഷ്ട നിർവഹിക്കൂ, തത് അതിനെ, താതാ അല്ലയോ പ്രിയപുത്ര, വിമത്സര മത്സരബുദ്ധി, വിദ്വേഷം നിറഞ്ഞ ചിന്ത, ആ അമ്മയോട് സുരുചിയോട് ചിറ്റമ്മയോടുള്ള ദേഷ്യം, അച്ഛനോടുള്ള ദേഷ്യമൊക്കെ കളയുക. ആ ചിന്തയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, അതൊക്കെ കളഞ്ഞിട്ട് നീ ഉക്തം സമാത്ര അഭി, നിന്റെ സമാത്ര എന്ന് വെച്ചാൽ ചിറ്റമ്മ ഉക്തം പറഞ്ഞത് അഭി ആണെങ്കിൽ പോലും, ചിറ്റമ്മ പറഞ്ഞത് അനുസരിക്കണം അവന് ഒട്ടും താല്പര്യമില്ലല്ലോ, പോയി തപസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നിന്റെ ചിറ്റമ്മ പറഞ്ഞതാണെങ്കിൽ പോലും ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ചിറ്റമ്മ പറഞ്ഞത് ദുഷിച്ച വാക്കാണ്, അതിന് പിന്നിൽ അവരുദ്ദേശിക്കുന്നത് ദുഷിച്ച അഹങ്കാരം കൊണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ കർമ്മ എന്താ? ഭഗവാനെ ആരാധിക്കാനാ. അപ്പോൾ നിന്റെ ചിറ്റമ്മ പറഞ്ഞതാണെങ്കിൽ പോലും യത് അവ്യളീകം, ആ കാര്യത്തിൽ എന്താണോ ആ കാര്യത്തിൽ അവ്യളീകം, കാപട്യമില്ലാതെ നിഷ്കളങ്കമായ മനസ്സോടെ വിമത്സര, അച്ഛനോടോ ചിറ്റമ്മയോടോ ദേഷ്യമില്ലാതെ വിദ്വേഷത്തിൻ്റെ കളങ്കമൊക്കെ കളഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി നീ നിർവഹിക്കൂ മകനെ
എന്നിട്ട് കാരണം പറയാണ്, ആരാധയ അധോക്ഷജ പാദപത്മം, ആ അധോക്ഷജനായ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരവിന്ദങ്ങളെ നീ പൂർണ്ണ ശരണാഗതി അടയൂ, സമർപ്പിക്കൂ. എന്തിന്? യത് ഇച്ഛസേ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അധ്യാസനം എന്ന് വെച്ചാൽ ആ ഇരിപ്പിടം എന്ന് വെച്ചാൽ അച്ഛൻ്റെ മടിയിലിരിക്കാൻ, ഒപ്പം വലുതായി കഴിയുമ്പോൾ ആ സിംഹാസനത്തിലിരിക്കുക. ആ 2 ഇരിപ്പിടവും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഉത്തമൻ അതായത് സുരീജിയുടെ പുത്രനായ ഉത്തമനെ പോലെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനും വലുതായി കഴിയുമ്പോൾ സിംഹാസനത്തിലിരിക്കാനും നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ആ സർവേശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയോ മകനെ. അത് നിന്റെ ചിറ്റമ്മ പറഞ്ഞതാണെങ്കിൽ പോലും അതിന് നീ എതിർക്കണ്ട. കാരണം അതാണ് നമുക്കുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം. അപ്പോൾ അവരോടൊക്കെയുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ കളയുക. മറ്റൊരാളെ കുറിച്ചൊരു ദോഷചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സാ മോശമാവുക. അവർക്കല്ല ദോഷം, അത് നമ്മളെ തന്നെയാണ് ആ ചിന്തകൾ നശിപ്പിക്കുന്നത്. അപ്പോൾ അത് കളഞ്ഞ് കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സിൽ കണ്ട് നീ ധ്യാനിക്കൂ, തപസ് ചെയ്യൂ. അതാണ് ഇതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുന്നതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന്, അതിൻ്റെ മൂല്യം എന്താണെന്ന് അത് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ 20ാമത്തെ ശ്ലോകത്തിൽ. യസ്യ അംഘ്രിപത്മം പരിചര്യ വിശ്വവിഭാവനായ ആത്തഗുണ അഭിപത്തേഃ അജഹ അദ്യതിഷ്ഠത് ഖലു പാരമേഷ്ട്യം പദം ജിതാത്മ ശ്വസന അഭിവന്ദ്യം. യസ്യ അംഘ്രിപത്മം, ഏതൊരു ഭഗവാന്റെ ആ പാദപങ്കജത്തിൽ പരിചര്യ സമർപ്പിച്ചിട്ടാണോ വിശ്വം വിഭാവനായ, ഈ വിശ്വത്തെ സൃഷ്ടിക്കുക എന്ന കർമ്മത്തിനുള്ള ആർത്തഗുണ അഭിപത്തെ, അതിന് വേണ്ടതായ ഗുണങ്ങളും യോഗ്യതയും നേടിയത് ആര്? അജഹ, ആ ബ്രഹ്മാവ്. ആ കഥ നമുക്കറിയാം അല്ലേ? ബ്രഹ്മദേവൻ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടി നടത്തുന്നതിന് മുൻപ് അതിനുള്ള യോഗ്യത നേടാൻ ആരുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് മനസ്സ് കണ്ടുകൊണ്ടാണോ ധ്യാനിച്ചത്, അപ്പോഴാണ് ബ്രഹ്മാവിന് ആ കർമ്മത്തിനുള്ള യോഗ്യത കിട്ടിയത് അല്ലെ? അതിനു വേണ്ട ഗുണവും യോഗ്യതയും ബ്രഹ്മാവിന് കിട്ടിയത്. അതേ പാതാരവിന്ദങ്ങളെയാണ് ജിത ആത്മശ്വസന അഭിവന്ദ്യം. ജിതം ജയിക്ക, ആത്മാവിനെയും മനസ്സിനെയും പ്രാണവായുവിനെയും നിയന്ത്രിച്ചുകൊണ്ട് മഹായോഗികള് അഭിവന്ദ്യം ആരാധിക്കുന്ന പാരമേഷ്ട്യം പദം, ആ പരമമായ പദം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. അതിനെ അദ്യതിഷ്ഠദ്ഖലു, തീർച്ചയായും ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടാണ് യോഗികൾ, മഹായോഗികൾ പോലും ആ മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആശ്രയിക്കുന്നത് ആ പാതാരവിന്ദങ്ങളാണ്. ബ്രഹ്മാവ് പോലും സൃഷ്ടികർമ്മം നടത്താൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ നടത്താനുള്ള യോഗ്യതയും ഗുണത്തെയും നേടിയത് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞപ്പോഴാണ്. അതുപോലെ മഹായോഗികൾ മനസ്സിനെയും പ്രാണവായുവിനെയും നിയന്ത്രിച്ച് ജയിച്ച യോഗികളും ആ പരമപദ പ്രാപ്തിക്ക് വേണ്ടി ശരണാഗതി അടയുന്നതും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ്. അത്രയ്ക്കും മേന്മയേറിയ, നമ്മളെപ്പോലെയുള്ള ഓരോരുത്തർക്കും എത്തിപ്പെടാൻ കഴിയുന്ന, ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആശ്രയസ്ഥാനം ആ തൃപാദങ്ങളാണ്. അതുകൊണ്ട് മകനെ, നീയും ആ പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ശരണാഗതി അടയാനുള്ള ഏക സ്ഥാനം എന്ന് പറയുന്നത് ആ പാദങ്ങളാണ്. ആ പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നീയും ആരാധിക്കൂ. ഈ പാദം എന്ന് പറയുമ്പോൾ അത് ആ പ്രകൃതി എന്ന ആ ശക്തി തന്നെയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് മനസ്സിൽ കാണുക. അപ്പൊ ബ്രഹ്മാവിൻ്റെ തൃപ്പാദമായാലും മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദമായാലും മഹാദേവന്റെ തൃപ്പാദമായാലും എന്ന് പറയുമ്പോൾ അവിടെ ആ ദേവൻ എന്നതിലുപരി ആ ശക്തിയുടെ ആ ശക്തിക്കൊരു രൂപം നൽകിക്കൊണ്ട് ആ തൃപ്പാദത്തിൽ നമ്മൾ ശരണാഗതി അടയൂ എന്ന് സമർപ്പിക്കുക. അവിടെയാണ് നമുക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം അതുമാത്രമാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 21. തഥാ മനുഹു വഹ ഭഗവാൻ പിതാമഹഃ യാ ഏകമത്യ പുരുദക്ഷിണൈ മഖൈഃ ഇഷ്ട്വാ അഭിപദേ ദുരവാപം അന്യതഃ ഭൗമം സുഖം ദിവ്യ അധ അപവർഗ്യം. ഭൗമം സുഖം ദിവ്യ അധ അപവർഗ്യം. എന്നിട്ട്
മകനെ, നീ ആദ്യമായിട്ട് നമ്മുടെ ഈ വംശത്തിൽ, ഈ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് നിന്നെപ്പോലൊരു കുഞ്ഞ് ആ ഭഗവാനിൽ ശരണാഗതി സമർപ്പിക്കുന്നത്, തപസ് ചെയ്യുന്നത് എന്നൊന്നും നീ കരുതണ്ട. നമ്മുടെ പിതാമഹനായിട്ടുള്ള ഉത്താനപാദ മഹാരാജാവിൻ്റെ അച്ഛനാരാ? സ്വയംഭുവ മനു. അദ്ദേഹം പോലും മോക്ഷത്തെ നേടിയത് ഇതേ പാതയിലൂടെ പോയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ. തഥാ, അതുപോലെ മനുഹു വാ, സ്വയംഭുവ മനു, ഭഗവാൻ പിതാമഹ, നിന്റെ പിതാമഹ എന്ന് വെച്ചാൽ നിങ്ങളുടെ പിതാമഹനായിട്ടുള്ള ഭഗവാൻ സ്വയംഭുവ മനു, യ ഏകമത്യ, യം ഏകമത്യ, യം എന്ന് വെച്ചാൽ ഏതൊരു ഭഗവാനെ, ഏകമത്യ ഏകാഗ്രമായ മനസ്സോടുകൂടി, പുരു ദക്ഷിണയും മഖൈഹി, പുരു നിരവധി ദക്ഷിണകൾ കൊടുത്തുകൊണ്ടുള്ള മഹത്തായ യജ്ഞങ്ങൾ, മഖൈഹി യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട്, ഇഷ്ട്വ അതായത് ആരാധിച്ച്, അഭിഭേദേ എന്ന് വെച്ചാൽ നേടിയെടുത്തു എന്ന്. ദുരവാപം അന്യതഹ, ദുരവാപം എന്ന് വെച്ചാൽ നേടാൻ ബുദ്ധിമുട്ടുള്ളത്, അന്യതഹ മറ്റൊന്നുകൊണ്ടും നേടാൻ സാധിക്കാത്തതായിട്ടുള്ള ഭൗമം സുഖം എന്ന് വെച്ചാൽ ഭൂമിയിലെ സുഖജീവിതം, അതിനുശേഷമുള്ള ദിവ്യം സ്വർഗീയമായ സുഖം, അതിനുശേഷമുള്ള അപവർഗ്യം ആ പരമമുക്തി, ഈ 3 കാര്യങ്ങളെയും സ്വയംഭുവ മനു അനുഭവിച്ചു. അദ്ദേഹം ഭൂമിയിൽ ജനിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് അദ്ദേഹം ജനിച്ച് ഭൂമിയിൽ വളരെ സുഖമായി പ്രജാപതിയായി നിന്ന് സുഖമായി ജീവിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്വർഗത്തിലേക്ക് ആ സൂക്ഷ്മ ശരീരത്തോടുകൂടി ഊർധ്വലോകങ്ങളിൽ പോയപ്പോൾ അവിടെയും സുഖമായി ജീവിച്ചു. അത് കഴിഞ്ഞുള്ള പരമമുക്തിയെയും അദ്ദേഹം പ്രാപിച്ചു. അത് അദ്ദേഹം നേടിയെടുത്തത് ഏകാഗ്രമായ മനസ്സോടെ നിരവധി ദക്ഷിണകൾ കൊടുത്തുകൊണ്ടുള്ള ആ യജ്ഞത്തിലൂടെ ഭഗവാനെ ആരാധിച്ച് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്റെ പിതാമഹനായ സ്വയംഭുവ മനുവിനെ ഈ സുഖങ്ങളൊക്കെ നേടാൻ സാധിച്ചു. ഇതിലൂടെ മാത്രമേ എല്ലാ സുഖങ്ങളും കിട്ടുകയുള്ളൂ എന്നെന്ന്. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിലെ ജീവിത സുഖം, സ്വർഗീയ സുഖം, ഏറ്റവും അവസാനമുള്ള ഈ സ്വർഗം പോലും നമുക്കറിയാലോ ശാശ്വതമല്ല. ബ്രഹ്മലോകം തൊട്ട് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നോടുകൂടി ഇല്ലാണ്ടാവും ഊർധ്വലോകങ്ങൾ പോലും. അപ്പോൾ ആ ലോകങ്ങളും അതും ശാശ്വതമല്ല. അപ്പോൾ ഏറ്റവും ശാശ്വതമായ പരമമായ മുക്തി അതും അദ്ദേഹം നേടിയത് ഇതേ പാതയിൽ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ്. ഏകാഗ്രമായ മനസ്സോടെ അവിടെ നമ്മൾ സറണ്ടറായിട്ട് അവിടെ അടിയറ വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സാധിച്ചത്. അതുകൊണ്ട് നിനക്കും ആ പാതയെ പിന്തുടരാം. ശ്ലോകം 22. തം ഏവ വത്സ ആശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭി മൃഗ്യ പദാബ്ജ പദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസി അവസ്ഥാപ്യ ഭജസ്വ പുരുഷം. തം ഏവ എന്നിട്ട് പറയാണ്, ആ ഭഗവാനെ തന്നെ വത്സ അല്ലയോ പ്രിയപുത്ര ആശ്രയ, നീ ആശ്രയിക്കൂ. എന്തുകൊണ്ടാ? അദ്ദേഹം ഭൃത്യവത്സലം, തൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഭക്തനോട് അത്യധികം വാത്സല്യമുള്ള ഭക്തവത്സലനാണ് ആ ഭഗവാൻ. അതുമാത്രമല്ല മുമുക്ഷുഭി മോക്ഷമാഗ്രഹിക്കുന്ന യോഗികൾ പോലും മൃഗ്യ അന്വേഷിക്കുന്ന പദാബ്ജ പദ്ധതിയും ആ തൃപ്പാദങ്ങളാണെന്നത്. മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികൾ പോലും തേടുന്ന പാദപങ്കജങ്ങളോടുകൂടിയ ഭഗവാന്റെ ആ പങ്കജങ്ങളിൽ ആ പാദങ്ങളിൽ ശരണം തേടാനാണ് അവർ പോലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാദങ്ങളോട് കൂടിയ ആ ഭഗവാനെ നീ ആശ്രയിക്കൂ, നിന്റെ ദുഃഖങ്ങളെല്ലാം തീരും. എന്നിട്ട് പറയാണ് അനന്യഭാവ. അതെങ്ങനെ ആശ്രയിക്കേണ്ടത്? അനന്യഭാവേ എന്ന് വെച്ചാൽ എന്താ? മറ്റൊരു ചിന്തയുമില്ലാതെ നിജധർമ്മഭാവിത, എന്താണോ ഞാൻ ചെയ്യുന്ന കർമ്മം അതെൻ്റെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് മറ്റൊരു ചിന്തയും കൂടാതെ മനസ്സി അവസ്ഥാപ്യ മനസ്സിൽ അവസ്ഥാപ്യ ഉറപ്പിച്ചു വയ്ക്കുക പുരുഷം ആ ഭഗവാനെ. എന്നിട്ട് ഭജസ്വ ഭഗവാനെ ധ്യാനിക്കാം. മറ്റൊരു ചിന്തയുമില്ലാതെ നിന്റെ ധർമ്മം എന്താണെന്ന് ഇതാണ് നിന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി ആ കർമ്മത്തെ അനുഷ്ഠിക്കുക. മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് മനസ്സിൽ ആ ഭഗവാന്റെ പാദങ്ങളെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് പൂർണ്ണ ശരണാഗതി അടഞ്ഞ് നീ ധ്യാനിക്കൂ. ആ മോക്ഷം ആഗ്രഹിക്കുന്ന യോഗികൾ പോലും അന്വേഷിക്കുന്നത് ആ പാദങ്ങളിൽ ശരണം തേടാനാണ്. അങ്ങനെ ഭക്തവത്സലനായ ആ ഭഗവാൻ തന്നെയാണ് നിന്റെ ഒരേ ഒരു ആശ്രയസ്ഥാനം. നിന്റെ ദുഃഖങ്ങൾ മാറാൻ നീ ആ ഭഗവാനെ ആശ്രയിക്കൂ.
ശ്ലോകം 23. ന അന്യം തതഃ പത്മപലാശലോചനാത് ദുഃഖച്ഛിദം തേ മൃഗയാമി കഞ്ചനഃ യഃ മൃഗ്യതേ ഹസ്തഗൃഹീത പത്മയാ ശ്രീയഃ ഇതരൈഃ അംഗ വിമൃഗ്യമാണയാ. എന്നിട്ട് പറയാണ് ഇതരൈഹി അങ്ക എന്ന് വെച്ചാൽ അല്ലയോ മകനെ, ഇതരൈ വിമൃഗ്യമാണയ, ഇതരൈ എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ, വിമൃഗ്യമാണയ ഒരുപാട് ഭൗതിക സുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട്, ഹസ്തഗൃഹീത പത്മയ കയ്യിൽ താമരപ്പൂവേന്തി നിൽക്കുന്ന ശ്രീയഹ ലക്ഷ്മി ദേവിയെ ആരാധിക്കും അല്ലേ. ജീവിത സൗഭാഗ്യങ്ങൾ, പണം, ഐശ്വര്യം, സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ആളുകൾ ആ ലക്ഷ്മി ദേവിയെ, കയ്യിൽ താമരപ്പൂവേന്തി നിൽക്കുന്ന ലക്ഷ്മി ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നു. എന്നാൽ യഹ ആ ലക്ഷ്മി ദേവിയാണെങ്കിലോ മൃഗ്യതയെ തേടുന്നത് അങ്ങയെയാണ്. എല്ലാവരും സർവ്വ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുമ്പോൾ ലക്ഷ്മി ദേവി തേടുന്നത് അങ്ങയോട് ചേർന്നിരിക്കാനാണ്, അങ്ങയെയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ പത്മപലാശലോചനാത്, അതായത് താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടിയ ആ ഭഗവാനാണ് തേ ദുഃഖഛിദം, നിന്റെ ദുഃഖത്തെ ഛേദിക്കാൻ കഴിയുള്ള കാഞ്ചന എന്ന് വെച്ചാൽ ഒരേ ഒരു, മറ്റൊന്നില്ലാത്ത ഒരേ ഒരു മൃഗയാമി. മൃഗയാമി എന്ന് വെച്ചാൽ എന്നാ മൃഗയാമി എന്ന് വെച്ചാൽ ഒരേ ഒരു ആശ്രയസ്ഥാനം, വേറൊന്നില്ല എന്ന് വെച്ചാൽ ഇല്ല. മൃഗയാമി എന്ന് വെച്ചാൽ വേറൊന്നിനെയും നീ അന്വേഷിക്കേണ്ട, അന്യം മറ്റൊന്നിനെയും നീ അന്വേഷിക്കേണ്ട പുത്ര. മറ്റുള്ള മനുഷ്യരൊക്കെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്മി ദേവിയെ പൂജിക്കുമ്പോൾ ഈ ലക്ഷ്മി ദേവി സദാ അന്വേഷിക്കുന്നത് ഭഗവാനോട് ചേർന്നിരിക്കാനാണ്. അതുകൊണ്ട് ആ താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ ആ ഭഗവാൻ ശ്രീഹരിയാണ് നിന്റെ ദുഃഖത്തെ ഛേദിക്കാനുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം. അതുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതിയടഞ്ഞ് നീ ധ്യാനിച്ചു കൊള്ളുക എന്ന് സുനീതി രാജ്ഞി ധ്രുവ മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു. ഇനി നമ്മൾ ശ്ലോകം 24 കാണുന്നത് മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറയാണ് വിദുരരോട്, ഏവം സങ്കൽപ്പിതം മാതുഃ ആകർണ്യ അർത്ഥാഗമം വചഃ സംനിയമ്യ ആത്മാനം നിശ്ചക്രാമ പിതുഃ പുരാത്. ഏവം ഇപ്രകാരം മാതുഃ സുനീതി സ്വന്തം മാതാവ് സങ്കൽപ്പിതം പറഞ്ഞതെല്ലാം ആകർണ്യ കേട്ടിട്ട് അർത്ഥ ആഗമം വചഃ എല്ലാ അർത്ഥങ്ങളും നേടിയെടുക്കാനുള്ള ആ വാക്കുകളെ, എന്താണ് ആ അർത്ഥങ്ങൾ? 3 തരത്തിലുള്ള അർത്ഥമാണ്. ഭൂമിയിലെ സുഖം, ഭൗതിക ജീവിത സാക്ഷാത്കാരം, അതോടൊപ്പം ഊർധ്വലോകങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവിടെ അനുഭവിക്കുന്ന സുഖം, എല്ലാം കഴിഞ്ഞുള്ള മോക്ഷം. ഇങ്ങനെ എല്ലാ അർത്ഥങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടതായ ഒരേ ഒരു ആശ്രയസ്ഥാനമാകുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ അമ്മ പറഞ്ഞത് കേട്ടിട്ട് സംനിയമ്യ ആത്മാനം, മനസ്സിനെ, ആത്മാനം സ്വന്തം മനസ്സിനെ സംനിയമ്യ നിയന്ത്രിച്ചിട്ട് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ നിശ്ചക്രാമ പിതുഹു പുരാത്, പിതാവിൻ്റെ ആ കൊട്ടാരത്തിൽ നിന്നും നിശ്ചക്രാമ ഇറങ്ങിപ്പോയി എന്ന് അമ്മ പറഞ്ഞ ആ വാക്കുകൾ എല്ലാ സുഖവും. ഇപ്പം ധ്രുവൻ്റെ മനസ്സിൽ എന്താ? അച്ഛൻ്റെ മടിത്തട്ടും ആ സിംഹാസനവും നേടാനാണ് ആഗ്രഹിക്കുക. അപ്പം എന്ന് വെച്ചാൽ എന്താ? ഭൂമിയിലെ സുഖജീവിതം, അതും ഇനി മരണശേഷമുള്ള ആ ഒരു സ്വർഗീയ സുഖജീവിതവും അതിലുപരിയായ പരമമായ മോക്ഷവും, ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതാണെന്ന് അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു. വിഷമവും ദേഷ്യവും കോപവും ഒക്കെ നിയന്ത്രിച്ചിട്ട് ധ്രുവൻ പിതാവിൻ്റെ ഉത്താനപാദ മഹാരാജാവിൻ്റെ ആ കൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. എല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവാനെ തേടി ജീവിത സുഖങ്ങൾ, കൊട്ടാരത്തിലും 3 നേരം അമ്മയോടൊപ്പം അമ്മയുടെ സ്നേഹം കിട്ടി, ഭക്ഷണവും കഴിച്ച് ഒരു കുറവുമില്ലാതെ 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിക്ക് ജീവിക്കാം. കളിപ്പാട്ടങ്ങൾ കിട്ടാൻ വാശി പിടിച്ച് അതിനോട് കൊതി കയറി അത് നേടി അതിലിങ്ങനെ കളിച്ച് രസിച്ചിരിക്കേണ്ട പ്രായം, ആ 5 വയസ്സ് പ്രായത്തിൽ അനുഭവിക്കേണ്ട ജീവിത സുഖങ്ങളെ ഉപേക്ഷിച്ച് ധ്രുവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തു തോന്നുന്നു? ധ്രുവന് വഴി കാട്ടാനുള്ള വഴി ഭഗവാൻ തന്നെ കൊടുക്കില്ലേ? അത് വിട്ട് കളഞ്ഞ് ഇറങ്ങാനുള്ള ആ ഒരു റിസ്ക് ഉണ്ടല്ലോ, അത് എടുക്കാൻ ധ്രുവൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്രുവൻ്റെ മുന്നിലേക്ക് അവൻ എത്തിപ്പെടേണ്ട വഴിയിലേക്ക് എത്താനുള്ള മാർഗം ഭഗവാൻ തന്നെ തുറന്നു കൊടുക്കും. അതാണ് നമ്മൾ ഇനി ശ്ലോകം 25 കാണുന്നത്. നാരദഃ തദുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ട്വാ മൂർധനി അഗഗ്നേന പാണിന പ്രാഹ വിസ്മിതഃ.
ധ്രുവന്റെ കൊട്ടാരത്തിൽ സംഭവിച്ചതും സുരുചി രാജ്ഞിയും അപമാനിച്ചതും രാജാവ് പിതാവ് അവഗണിച്ചതും അമ്മ ധ്രുവനെ ഉപദേശിച്ച കാര്യവും എല്ലാം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നാരദ മഹർഷിയുടെ മനസ്സിൽ തോന്നിക്കും. അങ്ങനെ ഭഗവാന്റെ പ്രേരണയാൽ നാരദ മഹർഷി ധ്രുവൻ കൊട്ടാരം വിട്ട് ഇറങ്ങിയല്ലോ, ധ്രുവന്റെ വഴിയിലേക്ക് വരികയാണ്, ധ്രുവന്റെ മുന്നിലേക്ക്. നാരദ മഹർഷി തതു ഉപകർണ്യ എല്ലാം കേട്ടു. ധ്രുവനെ കണ്ടപ്പോൾ പിടിച്ചു നിർത്തി. മകനെ, എവിടേക്കാ പോകുന്നത്? എല്ലാം ധ്രുവനിൽ നിന്ന് കേട്ടു. എന്നിട്ട് ജ്ഞാത്വ മനസ്സിലാക്കി. തസ്യ ചികീർഷിതം ധ്രുവൻ എടുത്ത തീരുമാനം മനസ്സിലാക്കി. തസ്യ അവൻ്റെ തീരുമാനം എന്തെന്ന് മനസ്സിലാക്കി. അതായത് അവൻ്റെ തീരുമാനം എന്താ? തപസ് ചെയ്യാൻ പോവാണ് കാട്ടിലേക്ക്. 5 വയസ്സ് പ്രായമുള്ള കുട്ടി. അപ്പോൾ അവൻ്റെ തീരുമാനം മനസ്സിലാക്കിയിട്ട് അഖഗ്നേന സകല പാപങ്ങളെയും കഴുകിക്കളയുന്ന പാണിന സ്വന്തം കൈകളാൽ മൂർധനെ ആ ധ്രുവന്റെ ശിരസിൽ സ്പൃഷ്ട്വ തലോടിക്കൊണ്ട് തൊട്ട് അനുഗ്രഹിച്ചിട്ട് വിസ്മിത അത്ഭുത ആശ്ചര്യമാണ് നാരദ മഹർഷി. 5 വയസ്സ് പ്രായമുള്ളേ. ഇത്രയ്ക്കും വലിയ കാര്യപ്രാപ്തിയോടുകൂടി ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായം ധ്രുവനായിട്ടില്ലല്ലോ. എന്നിട്ടും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ എതിർത്ത് ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഇറങ്ങി തപസ്സിനായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള പ്രായം, അതും കാട്ടിലേക്ക്. അത് കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി പ്രാഹ നാരദ മഹർഷി ധ്രുവനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പൊ ധ്രുവനെ വഴിയിൽ കണ്ടപ്പോൾ ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് കേട്ടോ ധ്രുവനെ പറഞ്ഞയച്ച് നാരദ മഹർഷി ധ്രുവന്റെ വഴിയിലേക്ക് പറഞ്ഞയച്ചത്. കറക്റ്റ് മാർഗനിർദ്ദേശം കൊടുക്കാനാണ് മഹർഷി വന്നത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാരദ മഹർഷി എത്തി ധ്രുവനോട് കാര്യങ്ങൾ ചോദിച്ചു. ധ്രുവൻ എല്ലാം പറഞ്ഞു. ധ്രുവൻ എന്തിനാണ് ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങിയിരിക്കണേന്നും കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. എന്നിട്ട് സ്വന്തം കൈകളാൽ ധ്രുവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം നാരദ മഹർഷി ധ്രുവനെ ഒന്ന് പിന്തിരിപ്പിക്കാനാണ് നോക്കുക. കാരണം ഇവൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി, അല്ല അവൻ എടുത്ത തീരുമാനത്തിൽ നിന്നും അതൊരു ഇളക്കമുള്ള തീരുമാനമാണോ, ഉറപ്പില്ലാത്ത തീരുമാനമാണെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാഹചര്യം വന്നാൽ അപ്പം അത് വിടും. അല്ല, അയ്യോ എനിക്ക് പറ്റില്ല, അയ്യോ എനിക്കിത് സാഹചര്യം. ഒരാൾ നമ്മളെടുത്ത തീരുമാനത്തിന് ഒരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ ആ തീരുമാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് അയ്യോ അതിന് ഇന്ന ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നാൽ വേണ്ട അല്ലേ എന്ന് വണ്ടി തിരിഞ്ഞു പോരും. കാരണം നമ്മൾ ആ തീരുമാനം എടുത്തതിന് അത്ര ഉറപ്പേ ഉള്ളൂ. അപ്പം നമ്മുടെ മുന്നിലേക്ക് അതൊരു പരീക്ഷണമാണ് വന്നത്. നമ്മൾ അതിനെയും ഭേദിച്ച് കടക്കണുണ്ടോ എന്നറിയാൻ. എന്ന് പറഞ്ഞതുപോലെ ധ്രുവന്റെ തീരുമാനം ദൃഢമായിട്ടുള്ളതാണോ എന്നറിയാനും കൂടി ഒരു പരീക്ഷണത്തിന് വേണ്ടിയും കൂടിയാണ് നാരദ മഹർഷിയെ പറഞ്ഞയച്ചത്. അതിനുശേഷം ധ്രുവന് കറക്റ്റ് മാർഗം പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ ആദ്യം നാരദ മഹർഷി അപ്പോൾ ധ്രുവനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ധ്രുവനോട് കുറേ ബുദ്ധിമുട്ടുകൾ പറയും. ഈ കാര്യം നടക്കണമെങ്കിൽ അങ്ങനെയാണ്, ഇത് നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ധ്രുവനെ വഴിതിരിപ്പിക്കാൻ നാരദ മഹർഷി നോക്കും. അതാണ് നമ്മൾ ഇനിയുള്ള ശ്ലോകത്തിൽ കാണുന്നത് കേട്ടോ. ശ്ലോകം 26. അഹോ തേജഃ ക്ഷത്രിയാണാം മാനഭംഗം അമൃഷ്യതാം ബാലഃ അഭി അയം ഹൃദാ ദത്തേ യത് സമാധുഹു അസത്വജഃ. അഹോ നാരദ മഹർഷി പറയാണ്, അയ്യോ ഇത് അത്ഭുതം തന്നെയാണ് കേട്ടോ. മാനഭംഗം അമൃഷ്യതാം, അതായത് സ്വന്തം അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ സഹിക്കാൻ കഴിയാതെ, അതാണ് അമൃഷ്യതാം, സഹിക്കാൻ കഴിയാത്തതാണ് ക്ഷത്രിയാണാം തേജഃ, ഒരു ക്ഷത്രിയൻ്റെ തേജസ്. അറിയാലോ സ്വയംഭുവ മനു, അതുപോലെ തന്നെ ബ്രഹ്മാവ് പുത്രനായ സ്വയംഭുവമനുവിൻ്റെ പുത്രൻ ഉത്താനപാദൻ, ആ ഉത്താനപാദമൻ്റെ പുത്രൻ ധ്രുവൻ ഒക്കെ ക്ഷത്രിയന്മാരാണ്. അതായത് പരിപാലകന്മാരായിട്ടാണ് ജനിച്ചത് അല്ലേ. നമ്മൾ മുന്നേ കേട്ടു കഴിഞ്ഞ ദിവസം ഉത്താനപാദ മഹാരാജാവും പ്രിയവ്രത രാജാവും ഇവർ രണ്ടുപേരും മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളായിട്ട് പിറന്നു എന്ന് വെച്ചാൽ ലോകപരിപാലനം ചെയ്യുന്നവരാണ്. അപ്പോൾ ധ്രുവന്റെ ഉത്തരവാദിത്വവും അത് തന്നെയാണ്, ഈ ലോകത്തെ സംരക്ഷിക്കുക. അവരെല്ലാം ഭഗവാന്റെ അംശം, അതായത് ക്ഷത്രിയന്മാരായിട്ടാണ്, സംരക്ഷകരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്ഷത്രിയൻ്റെ തേജസ് ഇതാണ്. ചെറുപ്പം കുട്ടിയാണെങ്കിൽ പോലും അഭിമാനക്ഷതമേറ്റാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല. അതാണ് ക്ഷത്രിയൻ്റെ ശക്തി, പവർ എന്ന് പറയുന്നത്. അത് അത്ഭുതം തന്നെയാണെന്നാണ് പറഞ്ഞത് ഇവിടെ നാരദ മഹർഷി. അഹോ അത്ഭുതം തന്നെ, അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല, ഇതാണ് ഒരു ക്ഷത്രിയൻ്റെ തേജസ്. ബാലഹ അഭി അയം, നീ ഒരു ചെറിയ കുഞ്ഞാണ്, 5 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും യത് സമാധു
അസത്വജഹ നിന്റെ ചിറ്റമ്മയുടെ ആ ദുർവാക്കുകൾ കേട്ടപ്പോൾ ഹൃദാദത്തെ നിന്റെ ഹൃദയം നൊന്ത് നീ ആ അഭിമാനക്ഷതത്തെ മറികടക്കാനുള്ള വഴി തേടി ഇറങ്ങി. പ്രായം നോക്കണം, 5 വയസ്സേ ഉള്ളൂ. ചിറ്റമ്മയുടെ ദുർവാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം നൊന്തപ്പോൾ, അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ അതിനെ മറികടക്കാനുള്ള വഴി തേടി നീ 5 വയസ്സ് പ്രായമുള്ളപ്പോഴും ഇറങ്ങി തിരിച്ചു. ഇതാണ് ക്ഷത്രിയന്റെ മനോബലവും തേജസ്സും. ഇതാണ് ക്ഷത്രിയന്റെ തേജസ്. ഇതാണ് അത്ഭുതം എന്ന് നാരദ മഹർഷി പറയുകയാണ്. ശ്ലോകം 27. നാരദ ഉവാച. ഇനി നാരദ മഹർഷിയുടെ ഉപദേശം. ന അധുനാ അഭി അവമാനം തേ സമ്മാനം വാ അഭിപുത്രക ലക്ഷയാമഹ കുമാരസ്യ സക്തസ്യ ക്രീഡന ആദിഷു. ഹേ പുത്രക, അല്ലയോ മകനെ, കുമാരസ്യ സക്തസ്യ കുട്ടികൾ ആസക്തിയോടുകൂടി ക്രീഡന ആദിഷു കളിക്കോപ്പുകൾ വെച്ച് ഇങ്ങനെ ഇഷ്ടത്തോടുകൂടി കളിക്കുന്നില്ലേ? ആ പ്രായമാണല്ലോ നിനക്ക്. അതുകൊണ്ട് അധുനാ അഭി ഇപ്പോൾ നീ അപമാനം എന്ന് വെച്ചാൽ ഇങ്ങനെ മാനം, അപമാനിക്കപ്പെട്ടു, സമ്മാനം ഇനി ബഹുമാനിക്കപ്പെട്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ അഭി എന്ന് വെച്ചാൽ ഇവയെക്കുറിച്ചൊന്നും ന ലക്ഷയാമ കാര്യമായി എടുക്കേണ്ടതില്ല. നീ കൊച്ചുകുട്ടിയല്ലേ. കുട്ടികളെ മൂത്തവര്, ചിറ്റമ്മ, അമ്മ, ബന്ധുക്കൾ ഒക്കെ പ്രായമായവരൊക്കെ ചീത്ത പറയും. ചിലപ്പോൾ നല്ല നല്ല സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കും, ചിലപ്പോൾ കുറേ ചീത്ത പറയും, അപമാനിക്കുക. അവിടെ മാനാഭിമാനം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മോനെ. ഇതൊക്കെ നിസാര കാര്യങ്ങളല്ലേ. നീ ഇപ്പോൾ കൊച്ചുകുട്ടിയായിട്ട് കളിക്കോപ്പുകളോടുള്ള ഇഷ്ടം കൊണ്ടെടുത്ത് കളിച്ച് ആസ്വദിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ്. ഈ സമയത്ത് അഭിമാനം നഷ്ടപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ന ലക്ഷയാമഹ ഇതൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല. അതായത് അവൻ്റെ ആ സംഭവിച്ച കാര്യത്തിനെ അത്ര വലിയ സീരിയസ് ആക്കണ്ട. ഇതൊക്കെ നിസാരമല്ലേ. കുട്ടികളെ പലപ്പോഴും ചീത്തയും അടിയും ഒക്കെ ഉണ്ടാവും, കുറേ സമ്മാനങ്ങളും കിട്ടും, അതൊക്കെ മാറി മാറി വരും കുട്ടികളുടെ ജീവിതത്തിൽ. അതിനെ ഇത്ര നീ കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല മകനെ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് ശ്ലോകം 28. വികൽപ്പേ വിദ്യമാനേ അഭി നഹി സന്തോഷഹേതവഃ പുംസഃ മോഹമൃതേ ഭിന്ന യത് ലോകേ നിജകർമ്മഭിഃ. വികൽപ്പേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ വികല്പം ഉണ്ടാവും. അതായത് ആരെങ്കിലും നമ്മളെ നല്ലത് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും, കുറ്റപ്പെടുത്തിയാൽ ദുഃഖം തോന്നും. അപ്പം അഭിമാനം എന്നിങ്ങനെയുള്ള വികല്പം നിറഞ്ഞ ചിന്തകൾ വിദ്യമാനേ അഭി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതല്ല യഥാർത്ഥത്തിലുള്ള കാരണമെന്ന്. നഹി അസന്തോഷഹേതവഃ അസന്തോഷത്തിന്, നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖത്തിന് ഹേതവഃ കാരണം നഹി അതല്ല. നമ്മുടെ ജീവിതത്തിൽ അഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാവും, അപമാനിക്കപ്പെടുന്ന കാര്യവും ഉണ്ടാവും, ജയവും പരാജയവും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതുണ്ടെങ്കിൽ പോലും അതല്ല നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം. അതിനുള്ള കാരണം പുംസഹ ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണം മോഹമൃതേ മായയിൽ അകപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, മോഹമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഭിന്നഹ മറ്റൊന്നല്ല. ന ഭിന്നഹ എന്ന് വെച്ചാൽ മറ്റൊന്നല്ല. യത് ലോകേ ഈ ലോകത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത് നിജ കർമ്മഭി അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. മനസ്സിലായ? അല്ലാണ്ട് വേറൊരാളുടെ കർമ്മം നമ്മുടെ തോൾ സഞ്ചിയിൽ അനുഭവിക്കാനായിട്ട് വന്ന് വീഴില്ല. എവിടെയോ ഭഗവാൻ എന്ന ആ ശക്തി ഒരാവശ്യവുമില്ലാതെ കുറേ ദുഃഖം അനുഭവിക്കാൻ നമ്മുടെ തോൾ സഞ്ചിയിലിട്ട് തരുകയുമില്ല. ഒരു കാര്യമില്ലാതെ സുഖവും സന്തോഷവും ദുഃഖവും നിരാശയും നമ്മുടെ തോൾ സഞ്ചിയിൽ തരുകയുമില്ല. ഓരോരുത്തരും ഈ ലോകത്ത് അനുഭവിക്കുന്നത് അവനവൻ്റെ കർമ്മത്തിൻ്റെ മുൻ ജന്മങ്ങളിൽ അവർ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലമാണ്. അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അനുഭവിക്കുന്നത് അവനവൻ്റെ കർമ്മഫലമാണ്. നമ്മളൊക്കെ ഈ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം നമുക്ക് അഭിമാനം ഉണ്ടാവുക അല്ലെങ്കിൽ അപമാനം അതൊന്നുമല്ല കാരണം. ആ വികല്പ ചിന്തകളൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ മോഹമാണ്. മായയിൽ പെട്ടുകിടക്കുന്ന നമുക്കൊക്കെ ആ മായാഭ്രമത്തിൽ ഉണ്ടാകുന്ന മോഹങ്ങളാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവനവൻ്റെ കർമ്മഫലമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 29. പരിതുഷ്യേത് തതഃ താദാ
താവത് മാത്രേണ പുരുഷഃ ദൈവ ഉപസാദിതം യാവത് വീക്ഷ്യേ ഈശ്വരഗതിം ബുധഃ. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഉപദേശമാണ് കേട്ടോ. ഏറ്റവും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണിത്. പറഞ്ഞു കൊടുക്കുന്നത് തഥാ, നാരദ മഹർഷി പറയാണ്, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പുത്ര, തഥഃ ആയതിനാൽ. അപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് ദൈവം നൽകുന്ന ശിക്ഷയോ അനുഗ്രഹമോ ഒന്നല്ല, അവനവൻ്റെ കർമ്മഫലമാണെന്ന് പറഞ്ഞല്ലോ. ആയതിനാൽ ദൈവ ഉപസാദിതം യാവത്ത്, എന്താണോ ദൈവം പ്രകൃതി നിശ്ചയത്താൽ നമ്മളിലേക്ക് വന്നു ചേരുന്നത്, യാവത് എന്ന് വെച്ചാൽ എന്താണ്, ദൈവ ഉപസാദിതം ദൈവനിശ്ചയത്താൽ പ്രകൃതി നിശ്ചയത്താൽ നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്താണോ, അത് സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, ജയപരാജയമായിക്കോട്ടെ, ലാഭനഷ്ടമായിക്കോട്ടെ, അഭിമാനമായിക്കോട്ടെ അപമാനമായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, താവത് അതിനെയൊക്കെ, താവത് മാത്രേണ അതിനെയൊക്കെ പുരുഷഃ ഒരു പുരുഷൻ പരിതുഷ്യേത് അതിൽ സന്തോഷം സംതൃപ്തി ഉള്ളവരായിരിക്കണം. ബുധഃ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, വീക്ഷിയെ ഈശ്വരഗതി അവനറിയണം ഇതാണ് പ്രകൃതി നിശ്ചയമെന്ന്. മനസ്സിലായ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജയപരാജയവും സന്തോഷവും സുഖവും അഭിമാനവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ ദുഃഖിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഓരോരുത്തരും ചെയ്തു വെച്ച കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അത് പ്രകൃതി നിശ്ചയമാണ്, നമ്മൾ അത് അനുഭവിച്ച് കടക്കുക എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്നത് എന്താണോ അതിൽ പൂർണ്ണ സംതൃപ്തരായിരിക്കുക. കിട്ടിയ സന്തോഷത്തിൽ സംതൃപ്തി അനുഭവിക്കുക. ഇനി കിട്ടിയ ദുഃഖമാണെങ്കിലും അത് കടന്ന് ഞാൻ പോകേണ്ടത് ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതി അതിലും സംതൃപ്തരായിരിക്കുക. അങ്ങനെ മനസ്സിനെ സമനിലയിൽ നിർത്തുക, ഇതാണ് വേണ്ടത്. ബുദ്ധിയുള്ള, ബുധഃ എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വീക്ഷിയെ ഈശ്വരഗതിയും പ്രകൃതി അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം അറിഞ്ഞ് അങ്ങനെ ജീവിക്കണം. ഈശ്വരൻ്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ജീവിക്കണം. ആ ഒഴുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്, സന്തോഷിക്കുകയോ ചെയ്യരുത്. അവിടെ മനസ്സ് സമനിലയിലാക്കുക. കിട്ടുന്നത് ഈശ്വര നിശ്ചയത്താൽ നമ്മളിലേക്ക് കിട്ടുന്നത് എന്താണോ അതെന്താണെങ്കിലും അതിൽ സംതൃപ്തരായിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത് ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് ശ്ലോകം 30. അതാ മാത്രാ ഉപതിഷ്ഠേന യോഗേന അവരുരുത്സസി യത് പ്രസാദം സ വൈ പുംസാം ദുരാരാധ്യഃ മദഃ മമഃ. അതാ അതുകൊണ്ട് മാത്രാ ഉപതിഷ്ഠേന, നീ നിന്റെ അമ്മ ഉപദേശിച്ച കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്, തപസ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് യോഗേന, ആ യോഗാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവരുരുത്സസി എന്ന് വെച്ചാൽ ആ അവസ്ഥയെ നേടുക എന്ന് പറഞ്ഞാൽ യത് പ്രസാദം, ആരുടെ അനുഗ്രഹത്തെ നേടാനാണോ വൈ പുംസാം ഒരു പുരുഷൻ അത് ചെയ്യുന്നത്, പക്ഷെ അത് ദുരാരാധ്യഃ അത്യധികം പ്രയാസമായ ഒരു മാർഗമാണ് എന്നാണ് മമ മതഃ എൻ്റെ അഭിപ്രായം. നാരദ മഹർഷി പറയാണ്, നിന്റെ അമ്മ പറഞ്ഞു തന്ന മാർഗം തപസ് ചെയ്ത് ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കാനാ. പക്ഷെ ആ യോഗാവസ്ഥ, മനസ്സ് യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുകയാണല്ലോ, സംയോജിക്കുക, ഞാനും ഭഗവാനും മനസ്സുകൊണ്ട് ഒന്നാണെന്നുള്ള ധാരണയിലേക്ക് എത്തുക. ആ യോഗാവസ്ഥയിലേക്ക് മനസ്സ് എത്തണമെങ്കിൽ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക്, ആ ഉയരത്തിലേക്ക്, ആ ഒരു ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ അത് അത്യധികം പ്രയാസമുള്ള ഒരു മാർഗമാണ് ഒരു സാധാരണക്കാരനെ. അപ്പോൾ പോലെ 5 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണം. ശ്ലോകം 31. മുനയഃ പദവീം യസ്യ നിസംഗേന ഉരുജന്മഭി ന വിദുഃ മൃഗയന്തഃ അഭി തീവ്രയോഗ സമാധിനഃ. മുനയഃ മഹാമുനിമാർ പോലും പദവീം യസ്യ ആ ഭഗവാന്റെ പാതയെ, മോക്ഷത്തെ പ്രാപിക്കാൻ, ആ ഭഗവാന്റെ പരമപദത്തിലേക്ക് എത്താൻ നിസംഗേന ഒന്നിനോടും സംഘമില്ലാതെ പൂർണ്ണ വിരക്തരായിട്ട് തീവ്ര വിരക്തിയെ പ്രാപിച്ചിട്ട് തീവ്രയോഗ സമാധിന, അങ്ങനെ തീവ്രമായ തപസ് ചെയ്ത് കഠിന തപസ്സിലൂടെ സമാധി അവസ്ഥയെ പ്രാപിച്ച് ഒരു ജന്മഭി നിരവധി ജന്മങ്ങൾ കൊണ്ട്, ഒരു ജന്മല്ല അങ്ങനെ നിരവധി ജന്മങ്ങൾ എടുത്തിട്ട് മൃഗയന്തഃ അഭി അന്വേഷിച്ച് നടന്നിട്ട് പോലും ന വിദുഃ
അവർക്ക് ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല അവിടെയെന്ന്. അപ്പോഴാണോ നിന്നെപ്പോലെ ഒരു 5 വയസ്സ് കുട്ടിക്ക് അത് സാധ്യമാവുന്നത്? അതാണ് പറഞ്ഞത്, മഹാമുനിമാർ പോലും യോഗികമാർ പോലും ആ പരമപദത്തിലെത്താൻ നിരവധി ജന്മങ്ങൾ കൊണ്ട് തപസ് ചെയ്ത് യോഗാവസ്ഥയിലേക്ക് മനസ്സെത്തി കഠിന വ്രത തപസ്സിലൂടെ സമാധി അവസ്ഥയൊക്കെ പ്രാപിച്ചുകൊണ്ട് അന്വേഷിച്ച് നടന്നിട്ട് പോലും അവർക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ആ പരമപദത്തിലേക്ക് എത്താനാണ് 5 വയസ്സ് മാത്രം പ്രായമുള്ള നീ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രയാസമേറിയതും നിനക്ക് ഒരിക്കലും എത്താൻ കഴിയാത്തതുമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പം അദ്ദേഹം അവനെ പിന്തിരിപ്പിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണോ, അപ്പോൾ അതെനിക്ക് പറ്റില്ലേ എന്ന് വിചാരിച്ച് ധ്രുവൻ ആ ദൃഢനിശ്ചയത്തിൽ നിന്നും പിന്മാറി തിരിച്ചു പോയാലോ? അപ്പോൾ അവൻ എടുത്ത തീരുമാനം അത് അചഞ്ചലമാണോ എന്നറിയാൻ വേണ്ടി ഭഗവാൻ തന്നെ നാരദ മഹർഷിയിലൂടെ നടത്തുന്നൊരു പരീക്ഷണമാണ് കേട്ടോ അത്. അപ്പോൾ അവൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ കാണും. നാരദ മഹർഷി എന്നിട്ട് വീണ്ടും ഉപദേശിക്കുകയാണ്. ശ്ലോകം 32 അതോ നിവർത്തതാം ഏഷ നിർബന്ധഃ തവ നിഷ്ഫലഃ യദിഷ്യതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ. അതോ അതഃ ആയതിനാൽ നിവർത്തതാം ഏഷ നീ സ്വയം നിവർത്തത എന്ന് വെച്ചാൽ നിർത്തുക, തവ നിന്റെ നിഷ്ഫല ഫലം കാണാത്ത ഒരിക്കലും നേടാൻ കഴിയാത്ത നിർബന്ധം ഈ ദൃഢനിശ്ചയത്തെ. അപ്പം ആയതുകൊണ്ട് നിനക്കൊരിക്കലും ഫലം കാണാൻ കഴിയാത്ത നിന്റെ ഈ തീരുമാനം ഈ ദൃഢനിശ്ചയത്തിൽ നിന്ന് നീ സ്വയം പിന്മാറുക എന്നിട്ട് പറയാണ് ഭവാൻ നിനക്ക് യതിഷ്യതി ഭാവിയിൽ നിനക്കതിനു വേണ്ടി ശ്രമിക്കാം. നീ വലുതാവട്ടെ, കുറച്ചുകൂടി വലുതായ ഒരു പ്രാപ്തിയിലേക്ക് എത്തട്ടെ, എന്നിട്ട് നിനക്ക് ആ തപസ് ചെയ്യാൻ ശ്രമിക്കാം. കാലേ അതിനനുയോജ്യമായ സമയം വരുമ്പോൾ ശ്രേയസാം സമുപസ്ഥിതേ അതിന് വേണ്ട അവസരങ്ങൾ നിനക്ക് അവസരങ്ങൾ സമുപസ്ഥിതേ നിനക്ക് വന്നു ചേരുമെന്ന്. അതുകൊണ്ട് പുത്ര നിന്റെ ഇപ്പോൾ ഈ തപസ് ചെയ്യാന്നുള്ള തീരുമാനം അത് ഫലം കാണാത്ത ആ തീരുമാനത്തിൽ നിന്ന് നീ സ്വയം പിന്മാറുക. എന്നിട്ട് ഭാവിയിൽ നീ വലുതായി വന്നതിന് ശേഷം അതിനനുയോജ്യമായ ഒരു സമയം വരുമ്പോൾ നിനക്കതിന് ശ്രമിക്കാം, അപ്പോൾ ചെയ്താൽ മതി എന്ന് ഉപദേശിക്കുകയാണ്. ശ്ലോകം 33 യസ്യ യത് ദൈവവിഹിതം സതേന സുഖദുഃഖയോഹോ ആത്മാനാം തോഷയൻ ദേഹി തമസഹ പരം ഋച്ഛതി. യസ്യ ഏതൊരുവനാണോ യത് എന്നുവെച്ചാൽ ഏത് ദൈവവിഹിതം എന്ന് വെച്ചാൽ ആ ദൈവനിശ്ചയത്തെ തേന സുഖദുഃഖയാ അതായത് ഏതൊരുവനാണോ ആ ദൈവനിശ്ചയ പ്രകാരം പ്രകൃതി നിശ്ചയത്താൽ ഉണ്ടാകുന്ന അവനിലേക്ക് വരുന്ന സുഖത്തെയും ദുഃഖത്തെയും അത് പ്രകൃതി നിശ്ചയത്താൽ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാനാം തോഷയൻ അതിൽ പൂർണ്ണ സന്തോഷവാനായിട്ടിരിക്കുന്ന അവൻ തമസഹ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പാരം ഋച്ഛതി അതിരിനെ മുറിച്ചു കടക്കുമെന്ന് എന്ന് വെച്ചാൽ അവനിൽ ജ്ഞാനം പ്രകാശിക്കുമെന്ന്. അതാണ് അതിൻ്റെ ഒരു യോഗ്യതയായിട്ട് നാരദ മഹർഷി പറയുന്നത്. ആരാണോ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ അനുഭവിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതുമായ സകല കാര്യങ്ങളും ആ ഈശ്വര നിശ്ചയത്താലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സമനിലയിൽ സമചിത്തതയോടെ തരണം ചെയ്ത് കടക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവർ ആ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ മുറിച്ചു കടക്കും, അതിൻ്റെ അതിരിനെ ഭേദിച്ച് കടക്കുമെന്നുള്ളത് തീർച്ചയാണ്. ശ്ലോകം 34 ഗുണ അധികാത് മുദം ലിപ്സേത് അനുക്രോശം ഗുണ അധമാത് മൈത്രീം സമാനാത് അന്വിച്ഛേത് ന താപൈഹി അഭിഭൂയതേ. എന്നിട്ട് ഒരു ഉപദേശം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ഉപദേശം പറയാൻ കേട്ടാ. ധ്രുവനോട് പറയാണ്, മകനെ ഗുണ അധികാത്ത് നമ്മളെക്കാളും നല്ല ഗുണം കൂടുതലുള്ള ആളുകളെ, അതായത് സദ്ബുദ്ധി സദ്വാക്കുകൾ സജ്ജനമായിരിക്കുന്ന, അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഭൂമിയിൽ സാത്വിക ജീവിതം നയിക്കുകയും അതുപോലെ ആത്മീയമായും നമ്മളെക്കാൾ ഉയർന്നിരിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ മുദം ലിപ്സേത് വളരെ സന്തോഷം നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കണം. അവരോട് ഇവന് വലിയ ഒരാളാണോ എന്നുള്ള ഒരു ദേഷ്യവും ഒരു അസൂയയൊന്നും മനസ്സിൽ വെക്കാതെ മനസ്സിൽ നമ്മൾ നല്ല സന്തോഷം അനുഭവിക്കണം. ഇനി ഗുണ അധമാത്ത് നമ്മുടെ അത്ര പോലും ആ ഒരു സാത്വിക ചിന്തയും ഗുണവുമില്ലാതെ ഈ തമോ ഗുണിയും രജോ ഗുണിയുമായിട്ടൊക്കെ കൂടുതൽ കർമ്മം അങ്ങനെയുള്ള ഭൗതിക വിഷയത്തിൽ ആസക്തരായി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ
ആക്രോശം, അനുകമ്പയുണ്ടാവണം. നമ്മുടെ മനസ്സിൽ അനുകമ്പയാണ് തോന്നേണ്ടത്, അവരോട് വെറുപ്പോ ദേഷ്യമോ അല്ല. ഇനി സമാനാത്, നമുക്ക് തുല്യമായ അവസ്ഥയിൽ നമ്മൾ വേവ് ലെങ്ത് എന്നൊക്കെ പറയില്ലേ, ഒരേ ചിന്താഗതിയും നമ്മളുടെ ഒരേ സമാന മനസ്ഥിതിയും ഉള്ളവരെ കാണുമ്പോൾ മൈത്രിയും സൗഹൃദഭാവവും അവരോട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ സംഭവിച്ചാൽ അന്വിച്ഛേത്, ഇങ്ങനെ ജീവിക്കുന്നവൻ താപം 3 വിധത്തിലുള്ള താപത്രയങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ, 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും അഭിഭൂയതേ, മറികടക്കാൻ പറ്റുന്ന, നമ്മളെക്കാളും നല്ല ഗുണങ്ങൾ കൂടുതലുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് നമ്മുടെ മനസ്സിൽ അപ്പോൾ അവരോട് അസൂയയോ ദേഷ്യമോ ഈഗോയോ തോന്നാതെ അവരെ കാണുമ്പോൾ, അവരെ കണ്ടാൽ, അവരോട് സംസാരിക്കുമ്പോൾ അവരോടൊരു സ്നേഹവും സന്തോഷവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിലൊരു സന്തോഷം അനുഭവിക്കണം. അവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം മനസ്സിൽ അനുഭവിക്കണം. നമ്മുടെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്തവരെ, ഗുണമില്ലാത്തവരെ കണ്ടാൽ അവരോട് വെറുപ്പോ ദേഷ്യമോ നീചന്മാരോ കുറ്റക്കാരോ ആയി മാറ്റി നിർത്താതെ അവരോട് മനസ്സിൽ അനുകമ്പയാണ് തോന്നേണ്ടത്. ഇനി നമുക്ക് തുല്യമായ മനസ്ഥിതി ഉള്ളവരെ കണ്ടാൽ മൈത്രീഭാവവും ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഒരുവൻ ജീവിക്കുന്നതെങ്കിൽ അവന് 3 വിധത്തിലുള്ള താപത്രയങ്ങളെയും മറികടക്കാൻ സാധിക്കും, സകല ദുഃഖങ്ങളെയും മറികടക്കാൻ സാധിക്കും. നമുക്ക് മുകളിലുള്ളവരെ കാണുമ്പോൾ അസൂയ, അതൊക്കെ മനസ്സിൻ്റെ ചലനങ്ങളാണ് അല്ലേ. നമുക്ക് താഴെയുള്ളവരെ, മോശമായ ആൾക്കാരെ കാണുമ്പോൾ അവരോട് വെറുപ്പ് ദേഷ്യം, ഇപ്പം അമ്മയോടും അച്ഛനോടൊക്കെ ഒരു ദേഷ്യം വന്നില്ലേ ധ്രുവന്, അങ്ങനെയുള്ള ദേഷ്യങ്ങൾ. ഇനി നമുക്ക് തുല്യമായവരെ കാണുമ്പോൾ അവരെ അംഗീകരിക്കാൻ ഒരു പ്രയാസം, ഇതൊക്കെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്ന ഭയം, അസ്വസ്ഥത, ടെൻഷൻ, ഉറക്കമില്ലായ്ക, ഇങ്ങനെയുള്ള വികാരങ്ങളാണല്ലോ പൊതുവേ മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. അതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ മനസ്സ് ഈ 3 വിധത്തിലുള്ളവരെയും എങ്ങനെ നമ്മൾ മനസ്സിൽ കാണണം എന്ന്, അവരോടുള്ള എന്ത് ഫീലിംഗ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വിധത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവില്ല, മനസ്സിലുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇതൊക്കെ കേട്ടപ്പോൾ ധ്രുവൻ നാരദ മഹർഷിയോട് പറയുന്ന ഭാഗമാണ്, അത് നമുക്ക് നാളെ എടുക്കാം. മനസ്സിലായല്ലോ അല്ലേ?